Assalamu alaikum wa rahmatullahi wa barakatuhu. Ashhadu an la ilaha illallah wahdahu la sharika lah wa ashhadu anna Muhammadan abduhu wa rasuluh. Amma ba'd, fa'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Ar-Rahmanir-Rahim. Maliki yawmiddin. Iyyaka na'budu wa iyyaka nasta'in. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 222 വചനത്തിൻ്റെ വിശദീകരണം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. വിവാഹവും വിവാഹ ജീവിതവും എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചും കുടുംബജീവിതം എങ്ങനെയായിരിക്കണമെന്നും അങ്ങനെ സന്തുഷ്ടമായ കുടുംബങ്ങൾ ചേരുന്ന ഒരു ലോകം ഈ ഭൂമുഖത്തുണ്ടാകുവാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. അതിന് അള്ളാഹു തആല ലോകപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ കുടുംബ സംവിധാനം ലോകത്ത് ഏർപ്പെടുത്തി. നാം അത് പിന്തുടരാതെ വരുമ്പോൾ ഓരോ നൂറ്റാണ്ടിലും പുതിയ പുതിയ തലമുറകൾക്ക് അത് വീണ്ടും ഉണർത്തിക്കൊടുക്കുന്നതിനായിട്ട് ദൂതന്മാരെയും നിയോഗിക്കുന്നു. അദ്ദേഹം നൽകുന്ന വിശദീകരണത്തിലേക്ക് നമുക്ക് നോക്കാം. Allah has never forbidden his righteous servants to marry only people of their type, race, color and language. അത് നമുക്ക് ആരെ വിവാഹം കഴിക്കാം. നമ്മുടെ തന്നെ കുലത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഗോത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ തന്നെ നിറത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലുള്ള ഇത്തരത്തിലുള്ള യാതൊരു നിയന്ത്രണങ്ങളും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല. വിവാഹ കാര്യത്തിൽ Allah has never forbidden his righteous servants. തൻ്റെ സാത്വികരായ ദാസന്മാർക്ക് ഇത്തരത്തിലുള്ള പരിമിതികളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതായത് തൻ്റെ അതേ രീതിയിലുള്ള തൻ്റെ അതേ കുലത്തിൽപ്പെടുന്നതായിരിക്കണം, അല്ലെങ്കിൽ തൻ്റെ ഗോത്രത്തിൽ പെടുന്നതായിരിക്കണം, അല്ലെങ്കിൽ തൻ്റെ രീതിയിലുള്ള നിറം ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ താൻ സംസാരിക്കുന്നതിനുള്ള ഭാഷ സംസാരിക്കണം. ഈ നിയന്ത്രണങ്ങളൊന്നും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല. ബട്ട് ഹി ഹാസ് സ്പെസിഫൈഡ്. എന്നാൽ അള്ളാഹു തആല നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യം that they must marry in accordance to the beliefs they preserved in their breasts. അവരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ടല്ലോ, ആ വിശ്വാസ പ്രമാണങ്ങൾക്കനുസൃതമായിട്ടുള്ള ആളിനെ ആയിരിക്കണം നിങ്ങൾ കണ്ടെത്തേണ്ടതും വിവാഹം കഴിക്കേണ്ടതും. ദാറ്റ് ഈസ് ബിലീഫ് ഇൻ വൺ ലോർഡ് അല്ലാഹ്. അതായത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളെ ആയിരിക്കണം നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. അപ്പോൾ അത് പുരുഷനോടും അതുപോലെ സ്ത്രീയോടും അള്ളാഹു തആല കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനെ ആയിരിക്കണം. മറ്റ് പരിധികളൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ഏത് കുലമോ ഏത് ഗോത്രമോ ഏത് രാജ്യക്കാരനോ ഏത് ഭാഷ സംസാരിക്കുന്നവനോ ആരോ ആവട്ടെ, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണോ അല്ലെങ്കിൽ അവൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണോ, അതാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്.
Thus, creed and religion plays a vital part in the sacredness of a marriage. വൈവാഹിക ജീവിതത്തിൽ വളരെ പരിപാവനമായ ഒരു പങ്ക്, ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് മതത്തിനും മതാധ്യാപനങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും ഉണ്ട് എന്നർത്ഥം. Thus, creed and religion plays a vital part in the sacredness of a marriage in the eyes of Allah. അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും പരിപാവനമായ ഒരു സ്ഥാനമാണ് ഈ മതവിശ്വാസവും മതാധ്യാപനമുള്ളവരും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതും വിശ്വാസ സംഹിത കാത്തു സൂക്ഷിക്കേണ്ടതും അനിവാര്യമായിട്ടുള്ളതാണെന്ന് അള്ളാഹു കാണുന്നു. Allah has forbidden men to marry women of other religions. മറ്റ് മതങ്ങളിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് പുരുഷന്മാർക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അൺലെസ് they no longer profess their ancient faiths. അവർ മുമ്പ് വിശ്വസിച്ചിരുന്ന ആ വിശ്വാസ പ്രമാണങ്ങളെ അവർ പ്രബോധിക്കുന്നില്ല എങ്കിൽ, ആൻഡ് കം ടു എംബ്രേസ് ദ ഇസ്ലാമിക് ഫെയ്ത്ത്, ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് അവർ കടന്നു വരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ മുൻപുള്ള അവരുടെ വിശ്വാസങ്ങൾ ഉപേക്ഷിക്കുകയും ഈ പരിപാവനമായ വിശ്വാസത്തെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ മേൽ ഒരു കുറ്റവുമില്ല, അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാവുന്നതുമാണ്. Allah states that the believing women are superior in status than the idolatrous ones, even though they, that is, the idolatresses, possess such qualities which are attractive to men. ഈ വിശ്വാസം ഇല്ലാത്ത, ഏകദൈവത്തിൽ വിശ്വാസമില്ലാത്ത സ്ത്രീകൾ നിങ്ങൾക്ക് എത്ര വലിയ അഭികാമ്യമായി, ആകർഷകമായി, അത്ഭുതകരമായി തോന്നിയാലും അവരെക്കാൾ വിശ്വാസിനികളായ സ്ത്രീകളാണ് ഉത്തമരായിട്ടുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ കളറിനോ ഗോത്രത്തിനോ വംശത്തിനോ ഇതൊന്നുമല്ല പരിഗണന. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ, ആദർശങ്ങൾക്കാണ് ഇവിടെ മൂല്യം കൽപ്പിക്കുന്നത്. മറ്റിതര ഭൗതിക കണ്ണുകളൊന്നും അല്ലാഹു തആല ഇവിടെ നോക്കുന്നില്ല. അവൻ ആന്തരികമായ കണ്ണ് തുറപ്പിക്കുവാൻ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ ഉപദേശ നിർദ്ദേശ കൽപ്പനകളാണ് ഈ പുറപ്പെടുവിക്കുന്നത്. ഇതൊന്നും സത്യത്തിൽ നമ്മുടെ ഒന്നും വിവാഹ ജീവിതത്തിൽ ഇതെന്താന്ന് പോലും, കാരണം ഇത്തരത്തിലുള്ള ഒരു മതാധ്യാപന ബാക്ക്ഗ്രൗണ്ടിലല്ല നമ്മളും നമ്മുടെ കുടുംബവും വളർന്നതും വന്നതും ഒന്നും. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഒരു പ്രാമുഖ്യവും കൽപ്പിക്കുന്നില്ല. നാട്ടിൽ നടക്കുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ ഒന്നിനെ വിളിച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ അതിനെ വേണ്ടാന്ന് തോന്നുമ്പോൾ കളഞ്ഞാൽ വെച്ച് വേറെ ഒന്നിൻ്റെ പുറകെ പോകുന്നു. ഇങ്ങനെയൊക്കെ ഈ ലോകമായിപ്പോയത് ഈ പരിപാവനമായ അധ്യാപനങ്ങളെ വിസ്മൃതമാക്കിയതുകൊണ്ടാണ്. ഇത് ലോകത്തിന് മുഴുവനായിട്ട് നൽകിയ അള്ളാഹുവിൻ്റെ സമ്പത്താണ്, അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളാണ്. പക്ഷേ ഇത് നിങ്ങൾ മുറുകെ പിടിച്ചോണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പറഞ്ഞത്. നിങ്ങളിൽ ഞാൻ 2 കാര്യം ഉപേക്ഷിച്ചു പോവുകയാണ്. നിങ്ങളത് മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ കലാമായ ഈ ഖുർആനാണ്, മറ്റൊന്ന് എൻ്റെ ചര്യയാണ്. ഞാൻ കാണിച്ചു തരുന്ന ഈ വഴികൾ, വിശുദ്ധ ഖുർആനാകുന്ന ഈ ദൈവിക ഗ്രന്ഥം, ഇവ രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. ഒരു കാരണവശാലുണ്ട്. പക്ഷേ നമ്മൾ രണ്ടും മുറുകെ പിടിക്കാത്ത ഒരേ ഒരു കാര്യം ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം മുറുകെ പിടിച്ചിട്ടുണ്ട്. ഈ ഖുർആനും ഈ പ്രവാചകചര്യയും നമ്മൾ കൈയൊഴിഞ്ഞു. അതിൻ്റെ ദുരന്തങ്ങൾ ഓരോ വ്യക്തിയും ഓരോ കുടുംബവും അനുഭവിച്ചു. ഇന്ന് ഇതിലേക്ക് കടന്നു വന്ന പല സഹോദരങ്ങളും ഈ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള ഒരു നല്ല ജീവിതം നയിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഭാര്യമാരും മക്കളുമൊക്കെ ആയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ. കാരണം ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, തങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ അവർ മാതാവും പിതാവും മക്കളുമൊക്കെ ഒരു കുടുംബത്തിൽ സന്തോഷമായിട്ട് കഴിയുകയാണ്. പക്ഷേ ഈ അധ്യാപനത്തിന് അവർ വേണ്ട പോലെ വില കൊടുക്കുന്നില്ല എങ്കിൽ ആ കുടുംബം
ഒരിക്കലും സന്തോഷപ്രദമായി മാറും എന്ന് കരുതേണ്ട കാര്യം. അതുകൊണ്ട് ഈ അധ്യാപനങ്ങളെ കൈവിടാതെ മുറുകെ പിടിക്കുക. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, മാരേജ് ആൻഡ് മാരീഡ് കപ്പിൾസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ ഗൈഡൻസ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ മാർഗദർശന കാര്യത്തിൽ ഒരു നല്ല ദിശാബോധം നൽകേണ്ടതിന് ഈ വിവാഹിതരായിത്തീരുന്ന ഈ ദമ്പതികൾക്ക് ബാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ് അവർക്ക്. ഇങ്ങനെ വിവാഹം കഴിച്ച ഈ നിലയിൽ അള്ളാഹുവിനെ തൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന, അള്ളാഹുവിൻ്റെ കലാമിനെ സൂക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള ദമ്പതികൾക്ക് തങ്ങൾക്ക് അള്ളാഹു താല നൽകുന്ന കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുന്ന കാര്യത്തിൽ, മാർഗദർശനം കൊടുക്കുന്ന കാര്യത്തിൽ എ വൈറ്റൽ റോൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് അവർക്ക് നിർവഹിക്കാനുണ്ട്. കപ്പിൾസ് ഹൂ ലീവ് വിത്തൗട്ട് ദ സേക്രഡ്നെസ് ഓഫ് മാരേജ്, ഈ ദമ്പതികൾ ഈ പരിപാവനമായ ഈ അധ്യാപനങ്ങളെ ഇല്ലാതെ, കപ്പിൾസ് ഹൂ ലീവ് വിത്തൗട്ട് ദ സേക്രഡ്നെസ് ഓഫ് മാരേജ് ടെൻഡ് ടു ഫൈൻഡ് ദെയർ ലൈഫ്സ് ആൻഡ് ദോസ് ഓഫ് ദെയർ ചിൽഡ്രൻ. ഈ അധ്യാപനങ്ങളില്ലാത്ത ദമ്പതികൾ അവർക്കുണ്ടാകുന്ന സന്താനങ്ങളും ഉണ്ടെന്നിരിക്കട്ടെ, അവരുടെ ജീവിതം ലോസ്റ്റ് ഇൻ ദ ഫ്യൂട്ടിലിറ്റീസ് ആൻഡ് ബേസ്നെസ് ഓഫ് ദിസ് ടെമ്പറൽ വേൾഡ്, ഈ താൽക്കാലിക ലോകത്തിലെ അധമതയിലും ഫലശൂന്യതയിലും അകപ്പെട്ട് അവർ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഭാര്യ, ഭർത്താവ്, അവർക്ക് ജനിക്കുന്ന സന്താനങ്ങൾ, ഇവർക്ക് ഈ പരിപാവനമായ ഇസ്ലാമിക് വാല്യൂസ്, ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഈ താൽക്കാലിക ലോകത്ത് അവർക്കുള്ള ജീവിതം അധമതയിലും ഫലശൂന്യതയിലും അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വൈസസ് ആർ റാംപൻറ്റ്, ഈ ദുർവാസനകൾ റാംപൻറ്റ്, അക്രമാസക്തമായ നിലയിലേക്ക് കടന്നു വരും. പറഞ്ഞാൽ ഒരൊറ്റ ഒരെണ്ണം അനുസരിക്കത്തില്ല. നല്ല നല്ല വഴി പറഞ്ഞാൽ, മക്കളെ നിങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ കയറണം കേട്ടോ, അത് മനസ്സിലാക്കാനുള്ള സമയം കണ്ടെത്തണോ, അയ്യോ അത് കയറുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാം തകർന്നു പോകും കേട്ടോ, അതുകൊണ്ട് ഏത് മക്കളാണ് കയറുന്നത്, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നത്തെ ഈ നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ ജമാഅത്ത് ഇസ്ലാഹി ഇസ്ലാമിലുള്ള എത്ര കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന്, അല്ലെങ്കിൽ അവരെത്രയോ വിദൂരതയിലാകട്ടെ, അല്ലാഹു തആല ഇറക്കി വെച്ചിരിക്കുന്ന അവൻ്റെ മാനത്തിനെ അവൻ സൂക്ഷിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കൂ. അങ്ങ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ എവിടെയോ ജനിച്ച് വളർന്ന് വന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല അവൻ്റെ ദൂതനായിട്ട് ഉയർത്തിയിട്ട് ആ ലൈറ്റ്, അവൻ്റെ പ്രകാശം എവിടത്തേക്കാണ്, ഇങ്ങ് ഏഷ്യയിലേക്ക് അടിച്ച് വീശി. അത് ഇന്ന് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു ഉപഭൂഖണ്ഡം എന്ന നിലയിലേക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു രാജ്യങ്ങളിൽപ്പെട്ട രാജ്യമായ ഭാരതത്തിലേക്കതെത്തി. നിങ്ങൾ ഭാരതത്തിൽ എവിടെ ഇരുന്നോ ആകട്ടെ, അല്ലെങ്കിൽ എവിടെ ലോകത്തിരുന്നാലും ഈ ഖുർആനിക സന്ദേശവും ശബ്ദവും നിങ്ങൾക്ക് എത്തുന്നതിന് പര്യാപ്തമായ സാഹചര്യം ഉണ്ടായിട്ട് ഇതിന് നിങ്ങൾ എന്ത് സ്ഥാനം നിങ്ങളുടെ മക്കളും കൊടുക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം കേട്ടോ. അതിന് മാത്രം സമയമില്ല. ഇവിടെ പല മുൻഗാമികളും പിൻഗാമികളും ഒക്കെ ആയിട്ട് ജമാഅത്ത് ഇസ്ലാഹി ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠരായ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അവരാരും ഈ ഖുർആൻ ക്ലാസ്സിൽ കയറുകയോ അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കണമെന്നോ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നൊന്നുമില്ല. അവരെല്ലാം തങ്ങളുടേതായ നിലപാടുകളിൽ ഇങ്ങനെ അടി ഉറച്ച് തന്നെ നിൽക്കുകയാണ്. ഞങ്ങളിത് കേൾക്കത്തില്ല, കാണത്തില്ല, മനസ്സിലാക്കത്തില്ല, ഇങ്ങനെ പ്രവർത്തിക്കത്തില്ല. എന്നാലും ഞങ്ങൾ പറയുന്നതുപോലെ ഖലീഫത്തുള്ള ഉണ്ട്, ആ ഖലീഫത്തുള്ളയാണ് എന്ന് പറയും. ഇതിൽ പങ്കെടുക്കാത്തവരെ കുറിച്ചൊക്കെ ഖലീഫത്തുള്ള ഒരുപാട് കത്തുകളിലൂടെ സങ്കടപ്പെട്ടുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അതികഠിനമായ ശിക്ഷകൾ അവരിലേക്ക് ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും മക്കളെയും കറക്റ്റായ ഈ കാര്യത്തിന് ചെയ്യാനും ചെയ്യിക്കാനും കഴിയുന്നില്ല എങ്കിൽ ഈ ലോകത്ത് പിന്നെ ആരിലേക്കാണ് നമ്മളിത് എത്തിക്കാൻ പറ്റുന്നത്? അവരോട് സ്നേഹബുദ്ധിയെ പറഞ്ഞു നോക്കുക. പിന്നെ അവർക്ക് വേണ്ട എങ്കിൽ അവരിതിനകത്താണെന്ന് പറഞ്ഞ് വെറുതെ നിങ്ങൾ കൊണ്ട് നടന്നിട്ടൊരു കാര്യവും ഇല്ല. Vices are rampant and children who do not have the protection
ഓഫ് എ വെൽ സെറ്റ് ആൻഡ് റിലീജിയസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. കുട്ടികൾക്ക് നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു സംരക്ഷണം ലഭിക്കുന്നില്ല എങ്കിൽ ഈ അക്രമാസക്തമായ ദുർവാസനകൾ മൂലം അവർ റിലീജിയസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല എങ്കിൽ അവർ ഈ മലീമസമായ സമൂഹത്തിലേക്ക് കടന്നു പോകുന്നതാണ്. ടു ലീവ് ദ ബേസിക് ടെനറ്റ്സ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം അവർ കാറ്റിൽ പറത്തും. അവർക്ക് ആ മൂല്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഫോർ ദ ഇമ്മൊറാലിറ്റീസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്ത് കാണുന്ന അധാർമികതകളിൽ അകപ്പെട്ട് ആഴ്ന്നിറങ്ങിപ്പോകും. നിങ്ങളുടെ ഭാര്യയും മക്കളെയും പോലും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് കൂട്ടാൻ കഴിയുന്നില്ല. നിങ്ങൾ ലോകത്ത് എവിടെ പോയി ആരെ നന്നാക്കാനാണ് പോകുന്നത്? ആരെ നന്നാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് മൂല്യങ്ങൾ തന്നെയാണ്. അത് വിലയുള്ളത് തന്നെയാണ്. സ്വർണം തന്നെയാണ്, മണ്ണ് തന്നെയാണ്. രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ സ്വർണത്തിൻ്റെ മൂല്യം ഉണ്ടായിരിക്കണം. ആ മൂല്യം നമ്മൾ മനസ്സിലാക്കിയിട്ട്, വിശുദ്ധ ഖുർആൻ്റെ മൂല്യം നാം മനസ്സിലാക്കി നമ്മുടെ ഭാര്യാമക്കൾക്ക് അത് പകർന്നു കൊടുക്കുകയും അത് നമ്മൾ പ്രവർത്തിക്കുന്നത് സമൂഹം കാണുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ആരും വന്നില്ല എങ്കിൽ എത്രയോ പ്രവാചകന്മാർ കരഞ്ഞ് വിളിച്ച് പറഞ്ഞു, രാവും പകലും ഞാൻ വിളിക്കുന്നു, പക്ഷേ വലാ യലിദുഇല്ല കാഫിറും ഫുജ്ജാറ. തെമ്മാടികളും ദുർവൃത്തരുമായിട്ടുള്ള ആളുകളെ അല്ലാതെ അവർ പ്രസവിച്ച് കൂട്ടുന്നില്ല എന്ന്. സമൂഹം എങ്ങനെ ആയാലും നമ്മളോട് ചോദിക്കുന്നത് നമ്മളെപ്പറ്റി മാത്രമാണ്. നമ്മൾ ആ ഉത്തരവാദിത്വം നിറവേറ്റിയോ എന്ന് മാത്രം. തുടർന്ന് ഖലീഫത്തുള്ള പറയുന്നു, ദ ബിഹേവിയർ ഓഫ് ഇഡലട്രേഴ്സ്. ഈ വിഗ്രഹാരാധകരുടെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഈസ് ഇൻ ഇറ്റ് സെൽഫ് ഇമ്മോറൽ. അവരുടെ പെരുമാറ്റങ്ങൾ മുഴുവൻ തീർച്ചയായിട്ടും അധാർമികത നിറഞ്ഞത് തന്നെയായിരിക്കും. ഫോർ ദേ സാറ്റിസ്ഫൈ ദംസെൽസ് വിത്ത് ദ പ്രാക്ടീസസ് ഫോർബിഡൻ ബൈ അല്ലാഹ്. കാരണം അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങളിൽ അവർ സംതൃപ്തി കണ്ടെത്തുകയാണ്. നമ്മളും അങ്ങനെയൊക്കെ ആണോ എന്ന് നോക്കിക്കോണം. അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾ അല്ലാഹു തആല പറയുകയും ഒന്നാമത് പറഞ്ഞത് എന്താ? ഇഖ്റ എന്ന വായിക്കുന്നു പഠിക്കുന്നു. ഇത് ഒരു പഠന ക്ലാസ്സാണ്. ഈ പഠന ക്ലാസ്സിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഭൂമിയിൽ നിങ്ങൾക്കൊരു സ്വർഗം കാണണോ? അത് അറിവിന് വേണ്ടിയുള്ള സദസ്സാണെന്ന്. ഇവിടെ നിങ്ങൾ 5, 10, 15, 20 മിനിറ്റ് ഇരിക്കുമ്പോൾ ഭൂമിയിലെ ഒരു സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. പ്രഭു നമ്മളെ പഠിപ്പിച്ചതനുസരിച്ച്. ഇത് പറയുന്ന ആളിൻ്റെ അറിവോ ഒന്നുമല്ല, അല്ലാഹു തആല നൽകിയ അറിവ്. അവനൊരു ദൂതനിലൂടെ നൽകി അത് നമ്മളിലേക്ക് എത്തിച്ചു. അത് നിങ്ങളുടെ കയ്യിലെടുത്ത് നീട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അറിയാവുന്ന നിലയിൽ. അപ്പോൾ അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങളെ പ്രവർത്തിച്ചുകൊണ്ട് അവർ സന്തോഷഭരിതരായി കഴിയുകയാണ്. അതാണ് ഇഡൽട്ടറേഷൻ്റെ ഇത്. നമ്മളും അതുപോലുള്ള വിഗ്രഹാരാധകരല്ലയോ? ഇതിനേക്കാൾ വേറെ കാര്യം ഞങ്ങൾക്കുണ്ട് എന്ന നിലയിൽ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മളൊരു ജീവിതം ജീവിച്ച് ഇവിടെ അങ്ങ് വിജയിച്ച് ഇവിടെയും നാളെ അവിടെയും എത്താമെന്ന് വല്ലതും കരുതുന്നെങ്കിൽ മക്കളെ, അതൊക്കെ ഭയങ്കര അബദ്ധങ്ങളാണ് കേട്ടോ. വിച്ച് ആർ ഹാംഫുൾ ഫോർ ദെയർ ബോഡി ആൻഡ് സോൾ. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ശരീരത്തിനും അവരുടെ ആത്മാവിനും ദോഷകരമാണ്. വിച്ച് ആർ ഹാംഫുൾ ഫോർ ദെയർ ബോഡി ആൻഡ് സോൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, ആരുടെ ബോഡി ഉണ്ടെന്ന് കൊള്ളാവുന്നത്, ആരുടെ സോളുണ്ട് കൊള്ളാവുന്നത്. പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് തന്നെ ജീവിതം. പിന്നെ റൂഹ് പിരിയുന്നതും അവസാനം വെൻറ്റിലേറ്ററിൽ കയറ്റി വെച്ച് അങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളൂ. അങ്ങനെ ഉള്ള ഒരു സെറ്റപ്പിനകത്താണ് നമ്മൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതൊരു ശിഫയാക്കുന്നത് അല്ലാഹുവാണ്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ ഒരു 2-3 ദിവസമെങ്കിലും ദുആയെങ്കിലും ചെയ്തിട്ട്, അല്ലാഹുവേ എൻ്റെ അസുഖം മാറുന്നതിന് നീ നിൻ്റെ സൃഷ്ടികളിൽ ആരുടെ അടുത്ത് പോയാൽ ഇത് സാധിക്കുമെന്ന നിലയിൽ നിങ്ങളൊരു മരുന്ന് കുടിച്ച്. ഇനി അത് സംസം വെള്ളം എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുത്തിരിക്കുന്നത്, അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിൽക്കുന്ന സാധനമാണ്. അത് സത്യവിശ്വാസികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഖുൽ സാദിഖീൻ,
സത്യസന്ധന്മാരിൽ വെച്ചുള്ള ഏറ്റവും വലിയ സത്യസന്ധനായ ആൾ രൂപമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു, നിങ്ങൾ ഈ സംസം വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് രോഗമാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതായിരിക്കും അതിൻ്റെ ഫലം ലഭിക്കുന്നത്. നിങ്ങൾക്ക് രോഗശമനത്തിനാണെങ്കിൽ രോഗശമനം, ദാഹശമനത്തിനാണെങ്കിൽ ദാഹശമനം, വിശപ്പ് മാറാനാണെങ്കിൽ വിശപ്പ് മാറാൻ. അതാണ് അല്ലാഹു തആല അതിനകത്ത് ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതകരമായ സിദ്ധി. ഇത് അന്ന് പറഞ്ഞതുപോലെ ഇന്നും സത്യമായി പുലരുന്നു. ഇത് എത്ര നാൾ കോരി കുടിച്ചിട്ടും ഒന്നുമില്ലാതെ പോകുന്നത് നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം തട്ടിയിട്ടില്ല എങ്കിൽ ഒരു സാധാരണ വെള്ളം പോലെ തന്നെ. ഇതുപോലെ അല്ലാഹു തആലയും അവൻ്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്ന ചര്യകൾ അത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇത് സത്യമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ സത്ഫലങ്ങൾ തീർച്ചയായിട്ടും ഇഹലോകത്ത് വിരിയുക തന്നെ ചെയ്യും. വിച്ച് ആർ ഹാംഫുൾ ഫോർ ദെയർ ബോഡി ആൻഡ് സോൾ. അവരുടെ ആത്മാവിനും അവരുടെ ശരീരത്തിനും ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ്. കാരണം വിഗ്രഹാരാധകർ അവരുടെ ശരീരത്തിനും ആത്മാവിനും ദോഷകരമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് വെൽ ആസ് ദെയർ ഫാമിലി ആൻഡ് എൻവയൺമെൻറ്റ്. അത് മാത്രമല്ല അവരുടെ കുടുംബത്തിനും അവർ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ആൻഡ് എൻവയൺമെൻറ്റ്, അതുപോലെ അവരുടെ പരിസ്ഥിതിയിലും അവർ വലിയ ദോഷം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഡൽട്രസ് എന്ന് പറയുന്ന ആൾ. Thus Allah invites to the lawful and moral. അങ്ങനെ അല്ലാഹു തആല എന്ത് ചെയ്യുകയാണ്? നിയമവിധേയമായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻഡ് മോറൽ, അതുപോലെ ധാർമ്മികമായ കാര്യങ്ങളിലേക്ക് വിളിക്കുകയാണ്. Whereas the adulterers invite to the evils tempted by Satan. അതേസമയം വിഗ്രഹാരാധകർ ക്ഷണിക്കുന്നത് നമ്മെ എങ്ങോട്ടാണ്? അതായത് പിശാച് പ്രേരിപ്പിച്ച് കൊടുത്ത തിന്മകൾ ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിശാചിൻ്റെ പിടിയിൽ അമർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി ഖുർആനാകുന്ന ഈ മാന്ത്രിക ധ്വനി കേൾക്കുകയും അത് ഹൃദിസ്ഥമാക്കുകയും അത് മനസ്സിലാക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ സാത്താൻ നമ്മളിൽ നിന്നും വളരെ വിദൂരത്തായി പോകും. അല്ലെങ്കിൽ സാത്താനുമായി കെട്ടിപ്പിണഞ്ഞുള്ള ഒരു ജീവിതമായിരിക്കും നയിച്ചുകൊണ്ട് പോകുന്നത്. തസ് ദെയർ സ്റ്റേറ്റ് ഈസ് വേസ്റ്റ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഈ അവസ്ഥ വളരെ മോശമായതാണ്. ദാൻ ദോസ് ഓഫ് ദ ബിലീവേഴ്സ് ഹു ആക്ട് അപ്പോൺ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വാസികളും ഇവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥ ഏറ്റവും പരിതാപകരമായിരിക്കും, ഏറ്റവും വേസ്റ്റായിട്ടുള്ളതായിരിക്കും. അവരുടെ അവസ്ഥ ഏറ്റവും മോശമായിട്ടുള്ള. ഇൻഡീഡ് Allah recommends that believers should marry between themselves so that the sacredness of Islam and marriage according to his teaching. തീർച്ചയായിട്ടും അല്ലാഹു തആല റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസികൾ ഷുഡ് മാരി ബിറ്റ്വീൻ ദംസെൽസ്. വിശ്വാസികളും വിശ്വാസിനികളും തമ്മിലായിരിക്കണം വിവാഹം കഴിക്കണം. സോ ദാറ്റ് ദ സേക്രഡ്നെസ് ഓഫ് ഇസ്ലാം. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ പരിപാവനത ആൻഡ് മാരേജ്, വിവാഹത്തിൻ്റെ പരിപാവനതയും അക്കോർഡിംഗ് ഹിസ് ടീച്ചിങ്സ്, അള്ളാഹുവിൻ്റെ അധ്യാപനം അനുസരിച്ച് തന്നെ ആർ ഇംപ്ലിമെൻറ്റഡ്, നടപ്പിൽ വരുത്താൻ കഴിയും. വിശ്വാസിയും വിശ്വാസിനിയും തമ്മിൽ വിവാഹം കഴിച്ച് വരുമ്പോൾ അവർക്ക് അവരുടെ നിയമ നടപടികൾ വിശുദ്ധ ഖുർആൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും അനുസരിച്ച് നടത്തുവാൻ കഴിയും. ആൻഡ് ക്യാരിഡ് ഓൺ ഫോർ ദർ ലൈസ് ദ ഫ്യൂച്ചർ ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ദ ഹ്യൂമൻ സ്പീഷീസ്. മനുഷ്യജാതിയുടെ, മനുഷ്യവംശത്തിൻ്റെ, മനുഷ്യവർഗത്തിൻ്റെ അടുത്ത തലമുറയായ ഭാവി നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ഈ അധ്യാപനങ്ങൾ നിങ്ങൾ നിലനിർത്തി നടപ്പിലാക്കേണ്ടതാണ്. അടുത്ത വംശം, തുടർന്ന് വരുന്ന ജനറേഷൻ, ആ ജാതി, ആ വംശം, ആ വർഗം, മനുഷ്യജാതി കുലമറ്റു പോകാതിരിക്കണമെങ്കിൽ ഈ അധ്യാപനങ്ങൾ നിങ്ങൾ നടപ്പിലാക്കി അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടതാണ്. ദാറ്റ് ഈസ് ഇൻ ദ സേക്രഡ് ബിലീഫ് ഇൻ വൺ ഗോഡ്. അതായത് അള്ളാഹുവിനുള്ള, ഏകനായ അള്ളാഹുവിനുള്ള വിശ്വാസം, വിഗ്രഹങ്ങളിലുള്ള വിശ്വാസമല്ല. ഈ നിലയിൽ ഒരു വൈവാഹിക ജീവിതവും ഒരു അനുക്രമവും അല്ലാഹു തആല നമുക്ക് നൽകുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളുമായി ലോകത്ത് ആയിത്തീരണം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ അതിനായി ത്യാഗം ചെയ്യുക.
അതിനുവേണ്ടിയുള്ള ജീവിതമായിരിക്കട്ടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിൽ അവൻ്റെ മലായിക്കത്തുകളുടെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് എന്നും നടക്കുന്ന ക്ലാസ്സുകളും പൂർത്തിയാകുന്നത് എന്ന് പറയാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 1000 മലായിക്കത്തുകൾ അള്ളാഹുവിന് ചുറ്റും. നമ്മൾ നടത്തുന്ന ഈ ക്ലാസ്സിനെ അഭിമാനപൂർവ്വം അള്ളാഹു തആല തൻ്റെ മലായിക്കത്തുകളോട് പറയും, എൻ്റെ വചനങ്ങൾ ഞാൻ നിയോഗിച്ച ദൂതൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുന്ന അതിമനോഹരമായ സദസ്സ് ഞങ്ങൾ സന്ദർശിച്ചു എന്ന് പറയുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മളും നമ്മുടെ മക്കളുമൊക്കെ ഈ അധ്യാപനത്തിന് വേണ്ട വില കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി ഈ വിനീത സഹോദരൻ നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.